റൗളന്റെ മുമ്പിലൂടെ ആളുകൾ കടന്നു പോകുമ്പോൾ കൽബുള്ളവന്റെ കണ്ണ് നിറയും. ഇത് വേണം, അത്രേ ഇനി യോഗ്യത ആവശ്യമുള്ളൂ, വേറെ ഒന്നും ആവശ്യമില്ല. അതുണ്ടെങ്കിൽ മദീനയിൽ എത്തുമ്പോൾ താങ്ങിപ്പോകും. ആരുടെ മുമ്പിലാണ്? ഏത് വിശുദ്ധിയുടെ മുമ്പിലൂടെയാണ് കടന്നു പോകുന്നത്? മനുഷ്യന്മാര് കരയുന്നതിന്റെ വൈവിധ്യം കാണാൻ മദീനയിൽ നോക്കണം. ചിലർ അടങ്ങി പിടിച്ച് തേങ്ങും, ചിലർ പൊട്ടിക്കരയും, ചിലർ ഏങ്ങലടിക്കും, ചിലർ കരയാൻ കഴിയാതെ തൂണിന്മേൽ താങ്ങിപ്പിടിക്കും. 1500 വർഷത്തിന് ശേഷവും ഈ രംഗം ലോകത്തൊരു നേതാവിനുമില്ല. ലോകത്തൊരു നേതാവും ഇത്രയേറെ ആദരിക്കപ്പെടുന്നില്ല, ഇത്രയേറെ സ്നേഹിക്കപ്പെടുന്നില്ല, ഇത്രയേറെ സങ്കടത്തിന് വിധേയമാക്കപ്പെടുന്നില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാപ്പ കരയുമ്പോ തോളത്തിട്ട കുട്ടി ഉണരും, കുട്ടി ഉറങ്ങാ. ബാപ്പാന്റെ ഏങ്ങലടിയിൽ ശരീരത്തിന്റെ തോള് കുലുങ്ങുമ്പോ കുട്ടി എണീറ്റ് ബാപ്പാന്റെ മുഖത്ത് നിന്നു. ബാപ്പ എന്തിനാ കരയണം? ഒന്നും ഉണ്ടായില്ലല്ലോ, എന്തിനാ ബാപ്പ കരയണം? ബാപ്പ കടന്നു പോകുന്നത് ലോക സങ്കടത്തിന്റെ മധ്യത്തിലൂടെയാണ്, ലോക കഥനത്തിന്റെ മുമ്പിലൂടെയാണ്.